നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. രാമക്ഷേത്ര ഉദ്ഘാടനത്തിനായി ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി ബിജെപി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി. മോദി ഭാര്യ ഉപേക്ഷിച്ചയാളാണെന്ന് എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ മോദി പ്രാൺപ്രതിഷ്ഠ പൂജ നടത്തുന്നത് രാമഭക്തന്മാർക്ക് എങ്ങനെ അനുവദിക്കാനാവും? ശ്രീരാമൻ ജീവിതത്തിൽ 1.5 പതിറ്റാണ്ട് ചെലവഴിച്ചതും യുദ്ധം ചെയ്തതും തന്റെ ഭാര്യയായ സീതയെ രക്ഷപ്പെടുത്താനാണ്. എന്നാൽ മോദി ഭാര്യ ഉപേക്ഷിച്ചതിന്റെ പേരിൽ പ്രശസ്തനായ ആളാണ്. പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് പൂജ ചെയ്യാനാകുമെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ചോദ്യം. ജനുവരി 22-നാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ, ബോളിവുഡ് താരങ്ങൾ തുടങ്ങി വിവിധ മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ അഫിഡവിറ്റിലാണ് മോദി യശോദാബെന്നിനെ വിവാഹം ചെയ്തിരുന്നുവെന്ന് സമ്മതിച്ചത്. കൗമാരക്കാലത്ത് മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മോദി വിവാഹം ചെയ്തതെന്നും പിന്നീട് പൂർണ്ണമായും രാഷ്ട്ര സേവനത്തിനിറങ്ങാൻ തീരുമാനിച്ചതോടെയാണ് അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ചതെന്നും മോദിയുടെ സഹോദരൻ സോംബായ് മോദി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും മോദിയുടെ ഭാര്യയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് BJP നേതാവ് കൂടിയായ സുബ്രഹ്മണ്യൻ സ്വാമി. അതേസമയം ജനുവരി 22-ന് അയോധ്യയിൽ നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തീരുമാനിച്ചതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. മമതാ ബാനർജിയുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസും ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഇത് സംബന്ധിച്ച് TMC ഔദ്യോഗികമായി തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏറ്റവും വലിയ പ്രചാരണ ആയുധമായാണ് രാമക്ഷേത്ര ഉദ്ഘാടനത്തെ കണക്കാക്കുന്നത്. ചടങ്ങിലേക്ക് രാമക്ഷേത്ര ട്രസ്റ്റ് എല്ലാ മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷത്തെ പ്രമുഖരെയും ക്ഷണിച്ചതിന്റെ പിന്നാലെയാണ് ഈ വിവരം പുറത്തുവരുന്നത്. പുതുതായി നിർമ്മിച്ച രാമക്ഷേത്രം ജനുവരി 22-ന് ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരും 6000-ലധികം ആളുകളും പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും. CPM അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചടങ്ങ് ബഹിഷ്കരിക്കുമ്പോൾ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് സൂചനകൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാന ആയുധമായി രാമക്ഷേത്രം മാറുമ്പോൾ വലിയ വിവാദങ്ങളും രാമക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉയർന്നു വരികയാണ്.